മറ്റൊരു എൻട്രൻസ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് 2 ചോദ്യങ്ങൾ എഴുതിയേക്കുന്നത്. രണ്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചാപ്റ്റർ ഏതെന്ന് കാണുന്നുണ്ട്, മനസ്സിലായല്ലോ. ട്രിഗണോമെട്രി ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ളതും ഒത്തിരി ഡിഫറൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ കൂടുതലും ആ ചാപ്റ്ററിൽ നിന്ന് ഉൾപ്പെടുത്തുന്നത്. കാരണം പ്രത്യേകിച്ച് ഫോർമുലാസുകളൊന്നും അറിയത്തില്ല. മറ്റുള്ള ചാപ്റ്ററിലൊക്കെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെയ്യും. ട്രിഗണോമെട്രി, അതുപോലെ ഇൻറ്റഗ്രേഷൻ, ഇവിടെയൊക്കെ വരുമ്പോൾ നമ്മൾ ഒത്തിരി അങ്ങ് താഴെ ഡൗൺ ആയി പോകും. അപ്പോൾ കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ അവിടെ നിന്നാകുമ്പോൾ നിങ്ങൾക്ക് ഇത്തിരിയൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാകും എന്ന് വിചാരിച്ചേ കേൾക്കാം. നോക്കാം അല്ലേ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനോട് കയറാം. ക്വസ്റ്റ്യൻ എല്ലാവരും ഒന്ന് പതുക്കെ വായിക്കണം കേട്ടോ. വായിച്ചിട്ട് നമുക്ക് എന്താണെന്നൊക്കെ ഇവിടെ നോക്കാം. ഓക്കെ. ഇഫ് 1 + sin θ + sin square θ + sin cube θ + etc. to infinity is equal to 2√3 + 4. അങ്ങനെയാണെങ്കിൽ തീറ്റ, ഈ തീറ്റയുടെ പ്ലേസിൽ വരേണ്ടത് ആരായിരിക്കണം? ഇവിടെ പല ഓപ്ഷൻസ് ഉണ്ട്. π/6, π/4, π/3, 3π/4 ഒക്കെ എല്ലാവർക്കും അറിയാം. ഡിഗ്രിയൊക്കെ മാറ്റുമ്പോൾ എത്ര എന്നറിയാം. അപ്പോൾ ഒന്നുകൂടെ പറയാം. ഇതിൻ്റെ സമ്മ് അതും ഇൻഫിനിറ്റിയാണ്. 2√3 + 4 വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഇൻഫിനിറ്റിയുടെ ക്വസ്റ്റ്യൻസുകൾ പഠിച്ചോണം. ഇത് നമ്മുടെ സീക്വൻസസ് ആൻഡ് സീരീസുമായിട്ട് ചേർന്നുള്ള ക്വസ്റ്റ്യനാണ് കേട്ടോ. നമ്മുടെ സീക്വൻസസ് ആൻഡ് സീരീസിൽ ഇങ്ങനെ റിസൾട്ട് ഉണ്ട്. 1 + a + a² എന്ന് പറഞ്ഞാൽ സം ടു ഇൻഫിനിറ്റി ഓഫ് എ ജി പി. ഓക്കെ. സം ടു ഇൻഫിനിറ്റി ഓഫ് എ ജി പി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ടേം ഡിവൈഡഡ് ബൈ 1 - കോമൺ റേഷ്യോ. ഇതാണ് ഫോർമുല ഫോർ ഫൈൻഡിങ് ദ സം ടു ഇൻഫിനിറ്റി ഓഫ് എ ജോമെട്രിക് പ്രോഗ്രഷൻ. ഇതൊരു ജി പി ആണെന്നുള്ളത് നിങ്ങൾ ചിലപ്പോൾ മനസ്സിലാക്കി കാണത്തില്ല. നമ്മൾ ഈ ട്രിഗണോമെട്രിയുടെ സൈനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. പക്ഷെ ഇതൊരു ജി പി ആണ്. നോക്കിക്കേ, 1 കഴിഞ്ഞിട്ട് sin θ, sin θ കഴിഞ്ഞിട്ട് sin square θ, പിന്നെ sin cube θ. അപ്പോൾ ഓരോ ടേം കഴിയുന്തോറും sin θ കൊണ്ട് ഇങ്ങനെ ഇൻറ്റു ചെയ്ത് പോയിക്കാണ് അല്ലേ. അപ്പോൾ ഇതൊരു ജി പി ആണ്. ഫസ്റ്റ് ടൈം ഈസ് 1 ആൻഡ് കോമൺ റേഷ്യോ ഈസ് sin θ. ഓക്കെ. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ സമ്മിനെ നമുക്ക് നോക്കിക്കേ, സം ടു ഇൻഫിനിറ്റി ഈ ഫോർമുല അപ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് ടൈം ബൈ 1 - കോമൺ റേഷ്യോ. ഇവിടുത്തെ ഫസ്റ്റ് ടൈം 1 ആണ്. 1/1 - ഫസ്റ്റ് ടേം ബൈ 1 - കോമൺ റേഷ്യോ ഈസ് ഹിയർ sin θ. അപ്പോൾ ഇവിടുത്തെ നമുക്ക് സമ്മ് ഇങ്ങനെ കിട്ടിയത് 1/1 - sin θ എന്നാണ് ഇതിൻ്റെ സം കിട്ടിയത്. അപ്പോൾ ഇതിനെ നമുക്ക് ഇവിടം തൊട്ട് ഇവിടം വരെ ഉള്ളതിനെയാണ് ഈ എഴുതിയേക്കുന്നത് സമ്മ്. ഇത് 2√3 + 4 എന്ന് കിട്ടണം. ഇതിൻ്റെ ആൻസർ 2√3 + 4 എന്ന് കിട്ടണമെങ്കിൽ ഈ തീറ്റയുടെ പ്ലേസിൽ ഈ പറഞ്ഞേക്കുന്നതിനുള്ളിലെ ഏതോ ഒരു ഡിഗ്രി വരണം. ആരാണെന്ന് കണ്ടുപിടിച്ചാൽ പരിപാടി കഴിഞ്ഞു. ആരായിരിക്കാം? നിങ്ങളുടെ മനസ്സിലൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഈ 4 പേരിലെ ആരാവണം ഈ തീറ്റയുടെ പ്ലേസിൽ വരേണ്ടത്? ഇങ്ങനെ ആൻസർ കിട്ടാൻ ചെറിയൊരു ലോജിക്ക് ഉണ്ടെങ്കിൽ ഒത്തിരി പേർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. അത് കത്തിയാൽ മതി. അത് കത്തിയാൽ ഉറപ്പാണ്. ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കിക്കേ. π/6 എന്ന് പറഞ്ഞാൽ എത്ര ഡിഗ്രി? 30 ഡിഗ്രി അല്ലേ. sin 30 1/2 ആണ് അല്ലേ. 1/2 ഒരിക്കലും 1/2 ഇവിടെ ചെയ്ത് കഴിഞ്ഞാൽ √3 ടേം ആൻസറിൽ വരുമോ? ഇല്ല. ഇപ്പോൾ √3യുടെ ടേം ആൻസറിൽ വരുന്ന ഡിഗ്രിയെ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ ഇയാളല്ല. π/4 45, sin 45 √2, 1/√2. ഇപ്പോൾ √2 വരുന്നത്, √3 അല്ല. അപ്പോൾ ഇവനാവാനും സാധ്യതയില്ല. നോക്കാം. π/3 ഇപ്പം പലരുടെയും മനസ്സിൽ π/3 വന്നു കഴിഞ്ഞു. 60 ഡിഗ്രി sin 60 എത്ര? √3/2. √3 ടൈം ഏത് വരുന്നുണ്ട്? 3π/4 135 അതും നമുക്ക് 45 റിലേറ്റ് ചെയ്ത് √2ൻ്റെ വരത്തുള്ളൂ. അപ്പോൾ അയാളും ആവാൻ സാധ്യതയില്ല. പിന്നെ ആവാൻ സാധ്യത ഇവനായിരിക്കാം അല്ലേ. അത് നമുക്കൊരു നിഗമനത്തിലെത്തി. ഇനി ഇത് കറക്റ്റ് ആണോ എന്ന് അറിയാനുള്ള മാർഗം നോക്കാം. ഈ ആൾ ഞാനിവിടെ തീറ്റയ്ക്ക് ഈ π/3 എന്ന് കൊടുക്കുമ്പോൾ 1/1 - sin π/3 60. sin 60 എത്രയാണ്? √3/2 അല്ലേ. ഇനി ഇയാൾ ചെയ്താൽ ഇത് കിട്ടുന്നെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ചൊക്കെ കറക്റ്റായി. ഓക്കെ. നമുക്കൊന്ന് ചെയ്ത് നോക്കാം. സിംപ്ലിഫിക്കേഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പഠിച്ചോണം. ഇവിടെ ഈ 1നെ 1/1 എന്നൊക്കെ എഴുതുമ്പോൾ 2 - √3 ഓക്കെ ആണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 2/2 - √3. ഇങ്ങനെ നമുക്ക് കിട്ടിയത്. അപ്പോഴും അങ്ങനെ കിട്ടിയിട്ടില്ല. ഇങ്ങനെയൊക്കെ കണ്ടാൽ പ്രത്യേകിച്ച് CBSE ICSE കുട്ടികളൊക്കെ മിക്കവാറും അവർ ചെയ്തതായിട്ട് അവർ 9th തൊട്ടേ പഠിച്ചതുകൊണ്ട് മനസ്സിലൊരു ഓർമ്മ, ഒരു റാഷണലൈസ്ഡ് ഡിനോമിനേറ്റർ. പക്ഷേ കേരളക്കാർക്ക് കൂടുതൽ പഠിക്കാനില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ അവർ പറഞ്ഞാൽ ഓർക്കും. ഓക്കെ. ഈ റൂട്ടിനെ കളയാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് താഴെയും മണ്ടയ്ക്കും 2 + √3 കൊണ്ട് ഇൻറ്റു ചെയ്യണം. ഓക്കെ. അപ്പോൾ 2+ ആകാൻ കാരണം ഇത് മൈനസ് ആയതുകൊണ്ട് പ്ലസ്, ഇത് പ്ലസ് ആയിരുന്നെങ്കിൽ മൈനസുകൾ, അത്രമേ ഉള്ളൂ. ഓക്കെ. ദാറ്റ് ഈസ് 2 × 2 എത്ര മോനെ? 4. 2 × √3 എത്ര? 2√3. അപ്പോൾ ന്യൂമറേറ്റർ അങ്ങനെ വന്നു.
ഇത് നോക്കിക്കേ, എല്ലാവരും കണ്ടാൽ മനസ്സിലാവും. എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ 2 സ്ക്വയർ മൈനസ് റൂട്ട് 3 സ്ക്വയർ 4 മൈനസ് 3 ആൻസർ ഈസ് 1. എഴുതണ്ട, ബൈ 1 എഴുതണ്ട. അത് കിട്ടിയ മോനെ 4 + 2 റൂട്ട് 3 കിട്ടി. അപ്പോൾ നമ്മുടെ തീറ്റയുടെ പ്ലേസിൽ ഉറപ്പിച്ചു. ഏത് ഡിഗ്രിയാണ്? π/3. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. നമ്മുടെ ഈ ക്വസ്റ്റ്യനും ട്രിഗണോമെട്രിയിൽ നിന്നാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ വലിയ കുഴപ്പമില്ലാത്തൊരു ക്വസ്റ്റ്യൻ പോലെ തോന്നും അല്ലേ? വാല്യൂ ഓഫ് cos സ്ക്വയർ 45 മൈനസ് സൈൻ സ്ക്വയർ 15 ഈസ് ഈക്വൽ ടു ഇതുണ്ട്. ഇവിടെ ഉണ്ട്, ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഇതിനെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മൾ നോക്കുമ്പോൾ cos സ്ക്വയർ 45 നമുക്കറിയാമല്ലോ അല്ലേ? 45 സൈൻ സ്ക്വയർ 15 അത് ഇവിടെ പോയി പിടിക്കും. സൈൻ സ്ക്വയർ 15 വേണം സൈൻ 15ൻ്റെ ഹോൾ സ്ക്വയർ. അപ്പോൾ നമ്മൾ സൈൻ 15ൻ്റെ വാല്യൂവിനെ പഠിച്ചിട്ടുണ്ട് അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ട് സൈൻ 15നെ നമ്മൾ സൈൻ 45 മൈനസ് 30 എന്നൊക്കെ എഴുതി. അപ്പോൾ അതൊക്കെ സമയം എടുക്കും. അതിനെ കണ്ടുപിടിച്ചിട്ട് സ്ക്വയർ ചെയ്ത് അവിടെ കൊടുത്തിട്ട് മൈനസ് ചെയ്യുമ്പോൾ. അപ്പോൾ അതിനുവേണ്ടി ഞാൻ മറ്റൊരു മെത്തേഡാണ് കാണിക്കാൻ പോകുന്നത്. ശ്രദ്ധിച്ചിരിക്കുക. ഓക്കെ, നമുക്ക് എല്ലാവർക്കും അറിയാം എന്ന് തോന്നുന്നു. cos 45 എന്ന് പറഞ്ഞാൽ ആർക്ക് ഈക്വലാമോനെ? സൈൻ 45. ശരിയല്ലയോ? cos 45ൻ്റെ വാല്യൂം സൈൻ 45ൻ്റെ വാല്യൂം ബോത്ത് ആർ 1/√2. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ cos സ്ക്വയർ 45 എന്ന് പറഞ്ഞാൽ സൈൻ സ്ക്വയർ 45 ഈക്വലാണല്ലോ. അങ്ങനെയാണെങ്കിൽ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് ഈ cos സ്ക്വയർ 45ന് പകരം ആരെന്ന് എഴുതുന്നു? സൈൻ സ്ക്വയർ 45. ഓക്കെ, മൈനസ് സൈൻ സ്ക്വയർ 15. ഇപ്പോൾ നമുക്ക് മറ്റൊരു റിസൾട്ട് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കൂടെ എത്തി. രണ്ട് സൈൻ സ്ക്വയേഴ്സുകളുടെ ഡിഫറൻസ് ആണ്. ദാറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് സൈൻ സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ ബി. വട്ട് ഈസ് സൈൻ സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ ബി? സൈൻ ഓഫ് എ പ്ലസ് ബി ഇൻറ്റു സൈൻ ഓഫ് എ മൈനസ് ബി. ദാറ്റ്സ് ഓൾ. ഓക്കെ, സൈൻ ഓഫ് എ പ്ലസ് ബി ഇൻറ്റു സൈൻ ഓഫ് എ മൈനസ് ബി. ഇതാണ് സൈൻ സ്ക്വയർ എ മൈനസ് സൈൻ സ്ക്വയർ ബി. അപ്പോൾ ഇവിടെ എയും ബിയും ഒക്കെ നിങ്ങളുടെ മനസ്സിൽ കണ്ടു. അപ്പോൾ സൈൻ ഓഫ് എ പ്ലസ് ബി ദാറ്റ് ഈസ് 45 + 15 ഇൻറ്റു സൈൻ ഓഫ് എ മൈനസ് ബി 45 - 15. ഓക്കെ, സൈൻ ഓഫ് എ പ്ലസ് ബി സൈൻ ഓഫ് എ മൈനസ് ബി. വാട്ട് ഈസ് സൈൻ ഓഫ് എ പ്ലസ് ബി? 45 + 6 15. സൈൻ ഓഫ് 60 45 - 15 ആൻസർ ഈസ് സൈൻ 30. ഇപ്പോൾ ഇവരെല്ലാം നമുക്ക് അറിയാവുന്ന അടിപൊളി ടേംസ് ആണ്. This is √3/2. This is 1/2. Final answer is √3/4. ഓക്കെ, √3/4. ക്ലിയർ ആണല്ലോ. അപ്പോൾ നല്ല ദിവസമായി, എളുപ്പം മനസ്സിലായി. മറ്റേ മെത്തേഡ് ചെയ്താലും കിട്ടും. നമുക്ക് എൻട്രൻസ് ആണ് ഇത് വേണ്ടത്. ഏറ്റവും ഫാസ്റ്റായിട്ട് മൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ കുട്ടി ക്ലാസ് കംപ്ലീറ്റ് ചെയ്യാണ്. മാക്സിമം നിങ്ങൾ ഈ ക്ലാസ്സുകൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ഷെയർ ചെയ്യുക. പിന്നെ നമ്മുടെ ക്ലാസ് ഉണ്ട്, ജോയിൻ ചെയ്യാം. അടിപൊളിയായിട്ട് മാത്സിനെ നിങ്ങൾ ക്രാക്ക് ചെയ്യാം. മറ്റുള്ള സബ്ജക്റ്റ് കൊണ്ട് മാത്സുമായിട്ട് മാത്രമായിട്ട് ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും അടിപൊളിയായിട്ട് പഠിച്ചോ. നമുക്കൊരു റാങ്ക് ഉറപ്പിക്കണം. ഓക്കെ, ഗുഡ് ബൈ.